Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 27 ആണ്. അപ്പോൾ നമ്മുടെ ചലഞ്ച് ഒക്കെ കഴിഞ്ഞു ട്ടോ. ഇനി ഒരു പാക്കും കൂടി മാത്രമേ നമ്മുടെ ചലഞ്ചിൽ നമുക്കിനി ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മുടെ ചലഞ്ച് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട്. നമ്മുടെ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നാളെ വിഷു ആണ്. എല്ലാവരും വിഷുവിന്റെ ഒക്കെ തിരക്കിലായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും അഡ്വാൻസ് ഹാപ്പി വിഷു. എല്ലാവരും വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിക്കുക കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വിഷു കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ചലഞ്ചിൽ അടുത്ത വീഡിയോ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെന്ന ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ചെയ്യാട്ടോ. നമുക്ക് ഹെന്നയോട് കൂടി നമ്മുടെ ചലഞ്ച് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ വിഷു കഴിഞ്ഞിട്ട് ചിലപ്പം 2 ദിവസം കഴിഞ്ഞിട്ടേ വീഡിയോ ഉണ്ടാവുള്ളൂ കേട്ടോ. എനിക്കൊന്ന് വീട്ടിലേക്കൊക്കെ പോകണമെന്നുണ്ട്. പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് വീഡിയോസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ദിവസം തന്നെ നമുക്ക് ഹെന്ന ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് അങ്ങനെ മുടിയിൽ പാക്കുകളും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ വിഷുവിന് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ട്, മുടിയൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് കിടക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കെരാറ്റിൻ പാക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ കെരാറ്റിൻ പാക്കുകൾ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് പാക്ക് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഒരാഴ്ചയായി മുടിയിൽ കറക്റ്റായിട്ട് ഓയിൽ തേച്ചിട്ട് ഡീപ്പ് ഓയിലിംഗ് ചെയ്തിട്ട് ഒരാഴ്ചയായിട്ടുണ്ട്. പിന്നെ നമ്മൾ കെമിക്കൽ ഷാമ്പു കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നാച്ചുറൽ ഷാമ്പു ഉപയോഗിച്ചിട്ടായിരുന്നല്ലോ മുടി കഴുകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നന്നായിട്ട് മുടിയിൽ ഓയിലൊക്കെ തേച്ച് കാസ്റ്റർ ഓയിലൊക്കെ നമുക്ക് ഇന്ന് തേക്കാട്ടെ. നമ്മൾ ഫസ്റ്റ് ഡേ 1 നമ്മൾ കാസ്റ്റർ ഓയിലിനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കമന്റിലൂടെ ചോദിക്കുന്ന കാസ്റ്റർ ഓയിൽ നല്ലതാണോ, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് എങ്കിലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് മുടിയിൽ നന്നായിട്ട് ഓയിലൊക്കെ തേച്ച് കെമിക്കൽ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് മുടിയൊക്കെ കഴുകി നല്ല സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ എൻ്റെ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ എടുക്കുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ കാച്ചി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ തയ്യാറാക്കുന്ന വീഡിയോ വേണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സമയം കിട്ടുന്നത് പോലെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ അത് നിങ്ങൾ എടുക്കുക. ഡീപ്പ് ഓയിലിംഗ് ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് അറിയാലോ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ ഓയിൽ എടുക്കണം. ഞാൻ ഏകദേശം എൻ്റെ ഒരു മുടിക്ക് അളവിന് ഒരു 4 സ്പൂൺ അളവിൽ ഞാൻ എടുക്കുന്നുണ്ട്. ഏകദേശമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ മുടിക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഓയിൽ എടുക്കുക. ഡീപ്പ് ഓയിലിംഗ് ചെയ്യുന്ന ദിവസമാണ് നമ്മൾ മുടിയിൽ നന്നായിട്ട് ഓയിൽ തേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഓയിൽ എടുക്കണം. അപ്പോൾ ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാസ്റ്റർ ഓയിൽ ഞാൻ ബ്രാൻഡ് ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ ഉപയോഗിക്കുന്നത് അത്ര നല്ലതാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ബ്രാൻഡ് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഏതാണോ നന്നായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഏകദേശം 4 സ്പൂൺ അളവിലാണ് ഇപ്പോൾ ഓയിൽ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ എടുക്കുന്ന ഓയിലിൻ്റെ 4ൽ 1 ഭാഗം മാത്രമേ നമ്മൾ കാസ്റ്റർ ഓയിൽ എടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാനിതാ കുറച്ച് കാസ്റ്റർ ഓയിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലിന്റെ 4ൽ 1 ഭാഗം കാസ്റ്റർ ഓയിൽ നിങ്ങൾ എടുക്കുക. എന്ന് വെച്ചാൽ ഇത്ര അളവ് കറക്റ്റ് അങ്ങനെയല്ല, ഏകദേശം ആ ഒരു അളവിൽ എടുക്കാനാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചവരോട് കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലിന്റെ കൂട്ടത്തിൽ കാസ്റ്റർ ഓയിലും കൂടി ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടാനും മുടി നല്ല ഉള്ളോട് കൂടി വളരാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. പക്ഷേ കാസ്റ്റർ ഓയിൽ മാത്രമായിട്ട് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് തേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കുറച്ച് കാസ്റ്റർ ഓയിൽ എടുത്തിട്ട് മുടിയിലൊന്ന് തേച്ച് നോക്കട്ടെ. നമുക്ക് തേക്കാൻ പറ്റില്ല. മുടി ഇങ്ങനെ ഒട്ടിയിട്ട് നമുക്ക് പൊട്ടിപ്പോകുന്നത് പോലെ തോന്നും. നമ്മുടെ മുടി ഇങ്ങനെ എന്താ പറയുക, ജട പിടിക്കാന്നൊക്കെ പറയില്ല, അങ്ങനെ ജട പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങൾ കാസ്റ്റർ ഓയിൽ മാത്രമായിട്ട് മുടിയിൽ ഒരിക്കലും ഉപയോഗിക്കരുത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു അളവുണ്ടല്ലോ, ആ ഒരു അളവിൽ എടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കാസ്റ്റർ ഓയിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മൾ കാസ്റ്റർ ഓയിൽ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഓയിലുമായിട്ട് ആ കാസ്റ്റർ ഓയിൽ നന്നായിട്ട് മിക്സ് ആവുള്ളൂ. അപ്പോൾ കാച്ചിയ എണ്ണ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തീയിൽ വെച്ച് ചൂടാക്കരുത്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഡബിൾ ബോയിലിംഗ് വഴി ചൂടാക്കാം, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ചൂടാക്കാം, അടുപ്പിന്റെ സൈഡിൽ വെച്ച് ചൂടാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ഒരുപാട് വീഡിയോയിൽ കാണിച്ച കാരണം ഞാൻ കാണിക്കുന്നില്ല, ഞാനൊന്ന് ചൂടാക്കിയിട്ട് വരാം കേട്ടോ. അപ്പൊ ഞാനിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചൂടോടുകൂടി നമ്മുടെ മുടിയിലേക്ക് തേക്കരുത്. നമ്മുടെ മുടിയിലേക്ക് പിന്നെ തേക്കാൻ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ, ആ ഒരു ചൂടിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പം ഞാൻ ഇന്ന് ഇതിനകത്തേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഇ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങൾ ഇന്നത്തെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് ഇന്നത്തെ ഓയിൽ ചേർത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് മുടിക്ക് സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനും മുടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ വൈറ്റമിൻ ഇ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പം ചൂടാക്കി കഴിഞ്ഞിട്ട് ചേർക്കുക കേട്ടോ. നിങ്ങൾ ഇന്ന് ഹോട്ട് ഓയിൽ മസാജ് ആണ് ചെയ്യുന്നതെങ്കിൽ ചൂടാക്കി കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ വൈറ്റമിൻ ഇ ചേർക്കാൻ പാടുള്ളൂ. വൈറ്റമിൻ ഇ ചേർത്തിട്ട് നിങ്ങൾ ചൂടാക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഒരെണ്ണം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരെണ്ണം മതി, ഒന്നിൽ കൂടുതൽ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒറ്റ യൂസിന് ഒരു ക്യാപ്സ്യൂൾ മതിയാവും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അല്ല, പിന്നെ വൈറ്റമിൻ ഇ ഓയിലാണ് ഉള്ളതെങ്കിൽ ഒരു 1/4 സ്പൂൺ അളവിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ
കയ്യോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ചൂടാക്കാൻ നിൽക്കരുത് കേട്ടോ. അതെല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, വൈറ്റമിനിയും കൂടി ചേർത്തിട്ടാണോ ചൂടാക്കണ്ടേ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചൂടാക്കി കഴിഞ്ഞിട്ട് മാത്രമേ വൈറ്റമിനി പിന്നെ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് മുടിയിൽ ഓയിൽ തേച്ച് കൊടുക്കാം. മുടി നന്നായിട്ട് ചീകി കെട്ടൊക്കെ കളഞ്ഞ് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ മുടി ചീകി കെട്ടൊക്കെ കളഞ്ഞതാണ്. അപ്പം താരന്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ ചീപ്പ് ഉപയോഗിച്ചിട്ട് താരം നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. അല്ലെങ്കിൽ അതങ്ങനെ പറ്റി പിടിച്ച് കിടക്കും, നമ്മൾ എത്ര കഴുകി കളഞ്ഞാലും പോവില്ല. ചീപ്പ് ഉപയോഗിച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് താരൻ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ ഓയിൽ തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് ആദ്യം സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കാം. സ്കാൽപ്പിൽ എല്ലായിടത്തും തേച്ച് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഓയിൽ തേച്ചിട്ട് ഒരാഴ്ചയോളായി. നമ്മൾ വെറുതെ മുടിയുടെ മേലെ കൂടെ മാത്രമല്ലേ നമ്മളിപ്പോൾ ഓയിൽ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ പാക്കൊക്കെ തേച്ചിട്ട് ചിലപ്പോൾ ചെറിയൊരു ഡ്രൈനെസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എല്ലായിടത്തും നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്കാൽപ്പിൽ തേച്ച് കഴിഞ്ഞിട്ട് മുടിയിലും തേക്കാം കേട്ടോ. മുടിയിൽ എന്തായാലും തേച്ച് കൊടുക്കണം. മുടിയിൽ നമ്മൾ മുടിയുടെ അറ്റത്തൊക്കെ തേച്ചില്ല എന്നാണെങ്കിൽ സ്പ്ലിറ്റൻസ് വരാനും മുടി പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കാസ്റ്റർ ഓയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ തേക്കുമ്പോൾ കുറച്ചൊരു തിക്കാണ്. പക്ഷെ നമ്മുടെ ഓയിലിൻ്റെ കൂട്ടത്തിലാകുമ്പോൾ അത്രയ്ക്ക് നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യില്ല. കാസ്റ്റർ ഓയിൽ മാത്രമായിട്ട് തേക്കുമ്പോൾ തേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ നോക്കണമെങ്കിൽ നിങ്ങൾ കാസ്റ്റർ ഓയിൽ കയ്യിലുണ്ടെങ്കിൽ കുറച്ചെടുത്തിട്ടൊന്ന് മുടിയിൽ തേച്ച് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് തേക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വിഷു കഴിഞ്ഞിട്ട് ഹെന്ന ചെയ്യാം. അപ്പോൾ ഹെന്ന പൗഡർ നിങ്ങൾ കരുതി വെക്കണം കേട്ടോ. ഹെന്ന ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഹെന്ന പൗഡർ നിങ്ങൾ കരുതി വെക്കണം. ഹെന്ന പൗഡർ വാങ്ങിക്കണം എന്ന് നിർബന്ധമില്ല. മൈലാഞ്ചി ഉണ്ടെങ്കിൽ ഉണക്കി പൊടിച്ചെടുത്താൽ മതി. പച്ചയ്ക്ക് തേക്കരുത്. മൈലാഞ്ചി ഉണ്ടെങ്കിൽ ഉണക്കി പൊടിച്ചെടുത്താൽ മതി. പിന്നെ എല്ലാവർക്കും ആവശ്യം റുട്ടീനാണ്. ഇപ്പോൾ ചൂടാണ്. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് പറ്റുന്ന ഹെയർ കെയർ റുട്ടീനാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ചലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും റുട്ടീൻ സെറ്റ് ചെയ്ത് തരും കേട്ടോ. ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയ പാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റുട്ടീൻ സെറ്റ് ചെയ്ത് തരും. ചലഞ്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു റുട്ടീൻ ഫോളോ ചെയ്താൽ മതി. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നതാണ്, ഈ ചലഞ്ച് കഴിഞ്ഞിട്ട് അടുത്ത ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തുകൂടെയെന്ന്. നമ്മൾ പഴയ ചലഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം അങ്ങനെ ചെയ്തുകൂടെയെന്ന്. ഒരു ചലഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത ചലഞ്ച് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ഗ്യാപ്പ് കൊടുക്കുക, എന്നിട്ട് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ അടുപ്പിച്ച് പാക്കുകൾ ചെയ്യുന്ന അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ ഒരു ചലഞ്ച് ഒരു 30 days ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് അടുത്ത ചലഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഏറ്റവും നല്ലത് ചലഞ്ച് കഴിഞ്ഞിട്ട് റുട്ടീൻ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് റുട്ടീനൊക്കെ സെറ്റ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ് ഫുഡിൻ്റെ വീഡിയോ എനിക്കൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. എന്തായാലും നമ്മുടെ ചലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആവുമല്ലോ, അപ്പം ഞാൻ എന്തായാലും ഫുഡിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതാ മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഓയിൽ തേച്ച് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റ് ഒക്കെ ഇങ്ങനെ വെക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ട് കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ചിട്ട് നീരിറക്കത്തിന്റെ പ്രശ്നം അങ്ങനെയൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ തേച്ചിട്ട് അപ്പം തന്നെ കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്തായാലും ഒരു 10 മിനിറ്റ് വെച്ചിട്ട് കഴുകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു കുറച്ച് സമയം വെച്ചിട്ട് നമുക്ക് കഴുകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിന്ന് മുടി കഴുകാൻ വേണ്ടിയിട്ട് കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കാം. കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് മുടിയിലേക്ക് ഉപയോഗിക്കരുത്. ഡൈലൂട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ മുടിയിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് അത് ഒരു 1/2 കപ്പ് വെള്ളം എടുക്കുക, അതിനകത്തേക്ക് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേക്കുക കേട്ടോ. നമ്മൾ ഇന്ന് ഡീപ്പ് ഓയിലിംഗ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് പോകണം. അതിനനുസരിച്ച് നിങ്ങൾ ഷാമ്പു എടുക്കണം. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കുക. പിന്നെ നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു സെലക്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബേബി ഷാമ്പു ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബേബി ഷാമ്പു ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ മുടിയിൽ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞിട്ട് മുടിയത്തെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയുക. എന്നിട്ട് നമുക്ക് കണ്ടീഷണർ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇന്നിവിടെ കെമിക്കൽ കണ്ടീഷണറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നാച്ചുറൽ കണ്ടീഷണർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കെമിക്കൽ കണ്ടീഷണർ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ മുടിയുടെ മിഡ് ലെങ്ത് മുതൽ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. നാച്ചുറൽ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പിലൊന്നും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ കണ്ടീഷണർ ഉപയോഗിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആയിപ്പോൾ. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ കണ്ടീഷണർ ഉപയോഗിക്കുക. കണ്ടീഷണർ അങ്ങനെ മുടിയിലൊക്കെ നന്നായി തേച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒക്കെ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ കണ്ടീഷണർ നമ്മുടെ മുടിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഒരു സമയം വരെ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകുക കേട്ടോ. അപ്പൊ നമ്മുടെ ചലഞ്ചില് 27ാമത്തെ ദിവസം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ ചെറിയ രീതിയിൽ ചെയ്താൽ മതി. കാരണം നമ്മൾ ഇന്ന് ഓയിലൊക്കെ തേച്ചിട്ട് നല്ല രീതിയിൽ മസാജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ രാത്രിയിൽ ഇനി വലിയ രീതിയിൽ മസാജിങ് കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യണ്ട. പിന്നെ അടുത്ത ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം.